ഹലോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയോണാണ്. അപ്പോൾ ചെറിയോണ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ സമയം 5 മണി കേട്ടോ, 5 മണി. അപ്പോൾ ഞങ്ങൾ അല്ലേട്ടൻ്റെ ഏട്ടനും വൈഫും ഒക്കെ ആയിട്ട് ഞങ്ങളിന്ന് പുറത്ത് പോവാണ്. അപ്പം നമുക്ക് പോകുന്നത് എവിടെയാണ്? ഫണ്ടൂറയിലാണ് പോകുന്നത്, ഹൈലൈറ്റ് മാളില് കോഴിക്കോട്. അപ്പൊ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം, എത്തുന്ന വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ അവർ വന്നു. ഞങ്ങൾ കാറിൽ കയറി. എന്താ പറയുക, ഒരു 6 മണിയൊക്കെ ആയപ്പാട്ടോ. അവിടെ നിന്നും കുറച്ചും കൂടി ലേറ്റായിട്ടാണ് അവർ വന്നത്. അവർക്കെന്തോ വേറെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അത് പോകുമ്പോൾ ഓരോ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചതാണ്. ആദ്യമൊക്കെ കൊയിലാണ്ടി വീട്ടിൽ നിന്ന് ഹൈലൈറ്റിലേക്ക് 1.5 മണിക്കൂറായിരുന്നു. ഇപ്പോൾ ബൈപ്പാസ് വന്നേരം ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഭഗവാൻ. ഹലോ ഗൈസ്. ഇത് കോഴിക്കോട് സൈബർ പാർക്കിലേക്കുള്ള റോഡാട്ടോ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ കുറച്ചും കൂടി പണി നടക്കാനുണ്ട്, കുറച്ചും കൂടി പണിയുണ്ട്. അവിടെയൊക്കെ ഫുള്ള് കുത്തിപ്പൊളിച്ചിട്ടതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഹൈലൈറ്റ് എത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ ഹൈലൈറ്റിൽ. അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട് ഹൈലൈറ്റ് മാള്. ഞങ്ങൾ കുറേ ആയി ഇപ്പോൾ പോയിട്ട്. നല്ല രസമാട്ടോ അവിടെ നിന്ന് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ. ആ ഒരു ഒന്നാമത് പകലല്ലല്ലോ, പകലാണെങ്കിൽ ഇത് അത്ര അങ്ങോട്ട് ഇതുണ്ടാവും, എന്താ പറയുക, അത്ര നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ലൈറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഭംഗി നല്ല രസമുണ്ടായിരുന്നു. അപ്പം ആ ഹൈലൈറ്റ് മാളിൽ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചത്. അതുപോലെ തന്നെ ഒരുപാട് കാറും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനൊക്കെ മുകളിലേക്കൊക്കെയാണ് കിട്ടിയത്. ഞങ്ങളിതാ കാറൊക്കെ പാർക്ക് ചെയ്തു. നേരെ ഞങ്ങൾ മാളിലേക്ക് കയറുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മക്കൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവിടെ പോയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം കയറി ഞങ്ങൾ സ്നോ ഫാൻറ്റസി എത്തിയപ്പോൾ ഞങ്ങൾ പ്ലാൻ ഒന്ന് ജസ്റ്റ് മാറ്റി. ഞങ്ങൾ നേരെ സ്നോ ഫാൻറ്റസി കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും മോനും പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കയറി. പക്ഷെ അവരാരും കയറിയില്ല. പിന്നെയാണ് അവർ വന്നത്. പിന്നെ അവിടെ കിഡ്സും ഇൻഫാക്റ്റും ഉണ്ട്. ഈ ഒരു ഇൻഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വരെയാണെങ്കിൽ അവർക്ക് ചാർജ് വേണ്ട. കിഡ്സിൽ വരുന്നത് 470 അഡൾട്ട്സിന് 530 നമുക്ക് അവിടെ വരുന്ന ചാർജ്. 45 മിനിറ്റ്സ് ആണ് നമ്മൾ അതിനുള്ളിൽ നിൽക്കേണ്ടത്. -10 ഡിഗ്രിയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അത് അവിടെ എന്താണ് ഉള്ളിൽ എന്നൊക്കെ അവിടെ ജസ്റ്റ് ഒരു TV-യിൽ നമുക്കെല്ലാം കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ശരിക്കും നമ്മളൊരു അന്റാർട്ടിക്കയൊക്കെ പോയൊരു ഫീല് അവിടെ പോയപ്പോൾ. പക്ഷേ ഇവിടെയൊന്നും തണുപ്പില്ല കേട്ടോ, ഉള്ളിലേക്കാണ് തണുപ്പ്. അപ്പോൾ ഞങ്ങളിതാ
എല്ലാ ഗ്ലൗസും ഷൂസും ഇട്ട് സ്വെറ്ററൊക്കെ ഇട്ട് എല്ലാവരും സെറ്റായി. ഇനി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് പിക്സൊക്കെ എടുത്തതാണ്. പിന്നെ ഫോണൊക്കെ അവിടെ അലോഡാട്ടോ. പിന്നെ ഗ്ലൗസ് ഇടുന്നതുകൊണ്ട് ഫോണൊന്നും അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഗ്ലൗസ് ഊരിയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഒന്നാമതേ ഞങ്ങൾക്ക് സുഖമില്ല, അതിൻ്റെ കൂടെ തണുപ്പും കൂടി ആയപ്പോൾ മോന് ആകെ വിറയ്ക്കുക. അത്ര തണുപ്പൊന്നും അവന് കിട്ടിയിട്ടില്ലല്ലോ. അവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾക്ക് കളിക്കാനും. പിന്നെ അഡൾട്ട്സിനാണെങ്കിലും കയറാനും ഒക്കെ പറ്റുന്ന കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനും മോനും അവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. കാരണം അവന് നല്ല തണുപ്പായിട്ട് അവന് സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പായി. അപ്പോൾ തന്നെ അവനെ തണുക്കുന്നമ്മ വിറയ്ക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് അവനെയും കൊണ്ട് പുറത്തേക്ക് വന്നു. ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങൾ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് വന്നു. പിന്നെ അവർ ബാക്കി എല്ലാവരും അവിടെ നിന്ന് നല്ലോണം കളിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ക്യാമറ ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് വേറെ ഒരാൾക്കാർ കൂടുതൽ ഏട്ടൻ എടുത്തുള്ളതാണ്. അപ്പം അവിടുന്ന് കുറച്ച് ഷോർട്സ് കാര്യങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്യാം. പിന്നെ അവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും ഉണ്ട്, അതും ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പം തണുപ്പൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ രസമായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ മോനിങ്ങനൊരു പ്രശ്നം, തണുപ്പ് നല്ല സഹിക്കാൻ പറ്റാതെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങിയത്. അപ്പോൾ തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആണെങ്കിൽ, പിന്നെ ഒന്നാമതേ ഞങ്ങൾക്ക് അത്ര ഹെൽത്തി അത്ര ഓക്കെ അല്ലായിരുന്നു. നല്ല കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കോൾഡൊക്കെ ഉള്ള സമയത്ത് ഇവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വിശപ്പൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഏറ്റവും മേലെയാണ് ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങളെല്ലാവരും പോയി. അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് ഫുഡ് കോർട്ട് ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റൊക്കെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരുന്നു.
പിന്നെ അവിടെ ഓണം ആയതുകൊണ്ട് തന്നെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓണം ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് സ്ഥലം കണ്ടേരം പോയിരുന്നു, പക്ഷേ അവിടെ ചെയറൊക്കെ കുറവായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്ത സ്ഥലം കുറച്ച് അപ്പുറത്തുമായിരുന്നു. അപ്പോൾ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോയിരുന്നു. പോകുന്ന വഴിക്ക് ആ സീറ്റ് തിരഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടും ഒരു ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാനുള്ളൊരു പ്ലേസാക്കി മാറ്റി അവിടെ എല്ലാവരും അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. കഴിച്ചവരാരാ കഴിക്കാത്തവരാരാ എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും അവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് KFCൻ്റെ ഒരു ബക്കറ്റ് ചിക്കനും പിന്നെ ബർഗർ ബന്നേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, പിന്നെ അതിനുള്ള മയോണൈസും കാര്യങ്ങളും സോസ് അങ്ങനത്തത്, പിന്നെ 7up. ഇതെന്തോ ഒരു ഓണം കോംബോ ഓഫറായിട്ടാണ് അങ്ങനെ വാങ്ങി. പിന്നെ ഞങ്ങളൊരു പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കോൺ പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺ പിസ്സ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ലാസ്റ്റായിരുന്നു കൊണ്ടുവന്നത്. പിന്നെ ഇവിടെയാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കുന്ന ഏരിയ. ഈ ലുലു മാളിലൊക്കെ ഉള്ള ഫണ്ടൂറ പോലെ ഇവിടെ അമീബ എന്ന് പറഞ്ഞിട്ടാണ് ഇതിലുള്ളത്. പിന്നെ ഫുള്ള് കളിക്കുന്ന ഒക്കെയാണ്. ഞങ്ങൾ ആദ്യം അവിടെയായിരുന്നു പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ സ്നോ ഫാൻറ്റസി കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതൊരു റീൽസിലൊക്കെ ഉള്ളൊരു ടൈപ്പ് ഐസ്ക്രീമാണ്. നല്ല രസമാണ് അത്. പക്ഷേ ഞങ്ങൾക്ക് വയറ് ഫുള്ളായതുകൊണ്ട് ഞങ്ങളത് ട്രൈ ചെയ്തില്ല. പിന്നെ ഹൊറർ ലാൻഡ് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ അവിടെ ഒന്നും മക്കളെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ അതുമല്ല നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെയും കൂടി പോകുമ്പോഴത്തേക്ക് ടൈം കുറേ പോകും. പിറ്റേന്ന് ഓണം ആയതുകൊണ്ട് തന്നെ വേഗം വീട്ടിലെത്തണമല്ലോ. എന്നിട്ട് തന്നെ ഞങ്ങൾ എത്തുമ്പം 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടോയ് ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ വരുന്ന വഴിക്ക് വരുന്ന സൈഡിൽ തന്നെ ആയിരുന്നത്. അപ്പം മോനത് കണ്ട് പിന്നെ അവൻ അവിടെ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരണമെന്നുണ്ട്, പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നായിരുന്നു. ഞാൻ വിളിക്കുന്നതിനനുസരിച്ച് ഇപ്പം വരാമേ ഇപ്പം വരാറിന് എല്ലാം നോക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ആളവിടെ നിന്ന് പോകുന്നത്. കാണാൻ ചെറിയൊരു ടോയ് ആയിരിക്കും, പക്ഷേ റേറ്റ് ഈ ടോയിൻ്റെ ഇരട്ടിയിലുള്ളത്ര റേറ്റാണുള്ളത്. നല്ല റേറ്റും കാര്യങ്ങളുമാണ് അവിടെയൊക്കെ. പിന്നെ നേരെ ഞങ്ങൾ വിചാരിച്ചു ലിഫ്റ്റിൽ ഇറങ്ങാമെന്ന്. ഇതാണ് ഏട്ടനും മോനും. ചേച്ചിയാണ് വീഡിയോ എടുക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ നേരെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തി. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ചൊരു പണി എന്താ വെച്ചാൽ കാർ കണ്ടുപിടിക്കലാണ്. കാരണം നമ്മൾ കയറിയ സ്ഥലത്തല്ല നമ്മൾ ഇറങ്ങിയത്, അതുകൊണ്ട് കുറച്ച് തിരഞ്ഞ് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ എല്ലാവരും കാറിൽ കയറി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. തിരുവോണത്തിന് ഞങ്ങൾ അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. ചെറിയ പൂക്കളാണ്, വീട്ടിൽ നിന്നൊക്കെ പറിക്കുന്ന പൂക്കളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പൂടാറ്. പിന്നെ സദ്യയും കാര്യങ്ങളൊക്കെയാണ്, സദ്യേൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ കാണിക്കുന്നത്. കാരണം വേറെ എവിടെയും പോകാൻ ഇനിയിപ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നല്ലാതെ വേറെ വലുതായിട്ടൊന്നും ഓണത്തിന് ഉണ്ടാവില്ല, കാര്യങ്ങളൊന്നും വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞങ്ങളെ സദ്യ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വിഭവങ്ങളും ഒക്കെയാണ്. സദ്യ തന്നെയാണെന്ന്, വെജ് തന്നെയാണ് കഴിക്കൽ, ചിക്കൻ അങ്ങനെ മിക്സ് ആയിട്ടൊന്നും കഴിക്കാറില്ല. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.